കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട കുറുമുന്നണിയാണ് വേങ്ങര കണ്ണമംഗലത്ത് ലീഗിന്റെ എതിരാളികൾ. ലീഗിന്റെ അപ്രമാദിത്വത്തിന് പ്രതിഷേധിച്ച് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് സിപിഎമ്മിനൊപ്പം ചേർന്നപ്പോൾ ഐ ഗ്രൂപ്പ് ഇവിടെ ലീഗിനൊപ്പമാണ്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിലാണ് കോൺഗ്രസ് LDF-നൊപ്പം ചേർന്ന് ലീഗിനെതിരെ ജനകീയ മുന്നണിയായി മത്സരിക്കുന്നത്. സിപിഐഎമ്മിനൊപ്പം കോൺഗ്രസിലെ ഒരു വിഭാഗവും കൂടെ ചേർന്നാണ് വേങ്ങര കണ്ണമംഗലം പഞ്ചായത്തിൽ ലീഗിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ബൾബ് കത്തിക്കാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസ്, CPIM, CPI, INL, ജനതാദൾ S, വെൽഫെയർ പാർട്ടി എന്നിവർ ചേർന്നാണ് ജനകീയ മുന്നണി രൂപീകരിച്ചത്. സ്വന്തം മണ്ഡലത്തിൽ UDF ഉണ്ടാക്കാൻ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പരമാവധി ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല. ജനകീയ മുന്നണിയിൽ കോൺഗ്രസ് എ ഗ്രൂപ്പ് 10ഇടത്തും CPIM 5ഇടത്തും മറ്റുള്ളവർ 5ഇടത്തും മത്സരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പൊതുവായിട്ടുള്ള ശത്രുവാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് പൊതുവായിട്ടൊരു ശത്രുവാണ്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു കക്ഷിഭേദം ഇതിലില്ല. കോൺഗ്രസിലെ ഒരു വിഭാഗം നേരത്തെ തന്നെ CPIM-മായി ധാരണ ഉണ്ടാക്കിയിരുന്നുവെന്നാണ് ലീഗ് ആരോപിക്കുന്നത്. ഏത് സമയത്തും CPM-ന്റെ ഭാഗത്താണ് കോൺഗ്രസ് നിൽക്കാറുള്ളത്. ഈ 3 വർഷമായിട്ട് പഞ്ചായത്ത് ഏത് ഇപ്പോൾ നമ്മളെ വീട് വികസന കാര്യങ്ങളിലായാലും അവർ സ്ഥിരമായി അപ്പുറത്ത് ഇരുന്നിട്ടാണ് നമ്മൾ എതിർക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ആകെയുള്ള 20 സീറ്റിൽ 3 സീറ്റ് മാത്രമാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചത്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ സാമ്പാർ മുന്നണി യാഥാർത്ഥ്യമായത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തെയും ജനതാദളിനെയും ചേർത്ത് പിടിച്ചാണ് ഇത്തവണ ലീഗ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മലപ്പുറത്തു നിന്നും ഷെഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ.